ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമ വ്യവസായികൾ ഒത്തുകൂടി ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഒരാളുള്ള സിനിമയെക്കുറിച്ചാണ്. ഗോകുലം ഗോപാലിൻ്റെ പുതിയ കത്തനാറിനെക്കുറിച്ച്. കത്തനാർ സിനിമ 30 ഭാഷകളിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. കോടികൾ ചെലവിട്ട സിനിമ. അതിനു വേണ്ടി ഏറ്റവും പുതിയ സെറ്റ് എറണാകുളത്ത് ഇട്ട് കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അവിടെ അനുഷ്ക ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ജയസൂര്യയാണ് നായകൻ. 2 ദിവസം കഴിഞ്ഞാൽ പ്രഭുദേവയും എത്തും. ഒരു ഷെഡ്യൂൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. എന്നാലും ഈ ഗോകുലം ഗോപാലൻ തൊട്ടതെല്ലാം പൊന്നാക്കുകയാണല്ലോ എന്നാണ് ഇപ്പോൾ ചർച്ച. അതെ, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം മലയാള സിനിമയിൽ ഓരോരോ ഘട്ടങ്ങളിൽ ആദ്യം നമ്മൾ ജയമാരുതി സിനിമ എന്ന് പറയാറുണ്ട്. ടി വാസുദേവൻ്റെ ജയമാരുതി സിനിമ, ഉദയയുടെ സിനിമ എന്ന് പറയാറുണ്ട്, മേരിലാലിൻ്റെ സിനിമ എന്ന് പറയാറുണ്ട്, പിന്നെ മഞ്ഞിലാസിൻ്റെ സിനിമ. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പറഞ്ഞ് പോയി സുപ്രിയ സിനിമ. ഈ പറഞ്ഞ ബാനറുകളെല്ലാം അതിമനോഹരമായ ബമ്പർ സിനിമകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു കാലഘട്ടം കഴിഞ്ഞ് വന്നപ്പോൾ ജൂബിലി സിനിമ, സെഞ്ച്വറി സിനിമ, സെൻട്രൽ പിക്ചേഴ്സ് സിനിമ, ഇങ്ങനെയൊക്കെ കാരണം ആ ബാനറുകളെല്ലാം അതിമനോഹരമായ സിനിമകൾ ചെയ്തിരുന്നു. വെറും സിനിമകളല്ല, ആ സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. അവരാ സിനിമ തീരുന്നത് വരെ, തിയേറ്ററിൽ എത്തുന്നതുവരെ കൂടെ നിന്നിരുന്ന് ആലോചിക്കണം. അങ്ങനെ ഒപ്പം നിന്ന് നല്ല സിനിമകൾ ഉണ്ടാക്കിയ ബാനറുകളായിരുന്നു. അന്ന് സിനിമ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ്. മഞ്ഞിലാസിൻ്റെ സിനിമ എന്നറിയപ്പെട്ടിരുന്നത്, സുപ്രിയയുടെ സിനിമ എന്നറിയപ്പെട്ടിരുന്നത്, മാരുതി പിക്ചേഴ്സിൻ്റെ വരെ സിനിമയുടെ കോട്ടയത്ത് നിന്ന് ഇറങ്ങിയവരുണ്ടായിട്ടുണ്ട്. ഉദയയുടെ സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മെരിലാൻഡ് സിനിമ. ഇങ്ങനെ സിനിമാ നിർമ്മാതാക്കളുടെയും തിയേറ്റർ ഉടമകളുടെയും പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അതിനുശേഷം സംവിധായകരുടെ വന്നു ആലോചിക്കണം. അങ്ങനെയുള്ള വലിയ നല്ല സിനിമകൾ ഉണ്ടാക്കിയ ഒരു നാടാണ് നമ്മുടെ ഇരുന്ന് ആലോചിക്കണം. അപ്പോൾ പുതിയ മാറിയ സാഹചര്യത്തിൽ എന്താ, കുറേ ബാനറുകൾ വന്ന് നവോദയ മാറി. നവോദയയുടെ കുറേ അസ്തമയ കാലഘട്ടം കഴിഞ്ഞു. പിന്നെ വന്ന ഉദയത്ത് ആരോഗ്യമല്ല, നിർമ്മാതാവിൻ്റെ ഉദയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ തന്നെയാണ് ഗോകുലത്തിൻ്റെ ആണെന്ന് ആലോചിക്കണം. ഗോകുലം സിനിമ മാത്രമല്ല, ഗോകുലം ഇവിടെ ധനകാര്യ സ്ഥാപനമാണ്. മാത്രമല്ല ഈ ഫുട്ബോൾ കളിയുടെ ഇപ്പോൾ രോമാഞ്ചം അങ്ങനെയാണല്ലോ, സ്വന്തമായുള്ള ഫുട്ബോൾ ടീം ഉണ്ടാക്കിയിട്ട് ആലോചിക്കണം. സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ, ചെറുതും വലുതുമായിട്ടുള്ള സിനിമ ഉണ്ടാക്കിയ ചില സിനിമകൾ ഗോകുലത്തിന് ആദ്യകാലത്ത് ചില സിനിമകൾ നഷ്ടം വന്നിട്ടുണ്ട്, കോടികൾ വരെ നഷ്ടം വന്നിട്ടുണ്ട്. ആ നഷ്ടം വന്നിട്ട് പോലും തളരാതെ പിടിച്ചു നിന്നാലോചിക്കണം. അത് പിടിച്ചു നിന്ന് വിജയിച്ചത് മറ്റ് അന്യഭാഷകളിലെ സിനിമകൾ വിതരണത്തിനെടുത്തിട്ടാണ്. അപ്പം അവിടെ അടുത്ത വലിയ സിനിമകൾ വിതരണത്തിനെടുത്ത് ഇവിടെ കോടികൾ ലാഭമുണ്ടാക്കി. അങ്ങനെ പഴയ നഷ്ടം നികത്തിയിടം വലിയ സിനിമകൾ പിന്നെ എടുത്ത് മോഹൻലാലിനെ വെച്ചിട്ട് പലരെയും വെച്ച് വലിയ സിനിമകൾ എടുത്ത് ഈ നാട്ടിൽ മലയാള സിനിമയിൽ ഇപ്പോൾ എതിരാളിയില്ലാതെ നിൽക്കുന്ന ഒരു നിർമ്മാതാവായി ഗോകുലം ഗോപാലൻ വളർന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ ചിലർ ചോദിക്കും, ഇവിടെ ആൻ്റണി പെരുമ്പാവൂരില്ലേ, മമ്മൂട്ടി നിർമ്മിക്കുന്നില്ലേ, ദിലീപ് നിർമ്മിക്കുന്നില്ലേ, പൃഥ്വിരാജ് നിർമ്മിക്കുന്നില്ലേ, അങ്ങനെ കുറേ പേരുടെ പേരുകൾ നിങ്ങൾ പറയും. ശരിയാണ്, അവരെല്ലാവരും ഉണ്ട്. പക്ഷേ അവരൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് അവരുടെ പ്രശസ്തമായ പേരിൻ്റെ പുറകിലാണെന്ന് ആലോചിക്കണം. മമ്മൂട്ടി ഇന്നും മിനിമം ഗ്യാരണ്ടിയുള്ള തിളങ്ങി നിൽക്കുന്ന നടനാണെന്ന് ആലോചിക്കണം. അപ്പം അവരുടെ സിനിമ എങ്ങനെ വേണമെങ്കിലും അവർക്ക് എടുക്കാം. മോഹൻലാൽ കത്തി നിൽക്കുന്ന നടനാണെന്ന് ആലോചിക്കണം. പൊന്നിൻ വില തന്നെയുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പം പൃഥ്വിരാജ് അതുപോലെ. ഇങ്ങനെ ഓരോ നടന്മാരും അവരെ പേരുണ്ടാക്കി കൊടുത്തത് നിർമ്മാതാക്കൾ തന്നെയാണെന്ന് ആലോചിക്കണം. അങ്ങനെ പേരിൻ്റെ പച്ചയിലാണ് അവരുടെ സിനിമ പിടിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സിനിമ എടുക്കാൻ തുടങ്ങിയപ്പോൾ നല്ല നിർമ്മാതാക്കൾക്ക് പലർക്കും സിനിമ എടുക്കാനും കഴിഞ്ഞിട്ടില്ല. കാരണം ഇവരുടെ ഡേറ്റുകളാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ലാഭം മൊത്തം ലഭിക്കാൻ വേണ്ടി ഇവർ തന്നെ നിർമ്മാതാക്കളാവുന്നു, അല്ലെങ്കിൽ ഇവരുടെ കൂടെ ചില ആൾക്കാർ നിർത്തി നിർമ്മാതാക്കളെ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് സിനിമ പോയിക്കൊള്ളുന്നത്. അത് വിട്ട് ഗോകുലം ഗോപാലൻ തനിച്ചു നിന്നുകൊണ്ട് ഈ രംഗത്ത് ഫൈറ്റ് ചെയ്യാൻ രംഗത്ത് വന്നിരിക്കുന്നു. വന്നപ്പോൾ പലരും പരിഹസിച്ചവരാണെന്ന് ആലോചിക്കണം. പരിഹസിച്ചവർക്ക് നല്ല മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആലോചിക്കണം. ഇപ്പോഴെന്താ, ജയസൂര്യ വെച്ചാണ്
ഈ 30 ഭാഷകളിൽ ഈ പടം റിലീസ് ചെയ്യാൻ പോകുന്ന ആലോചിക്കണം. ജയസൂര്യ ഇവിടെ നമ്പർ 1 നടനൊന്നുമല്ല, മലയാള സിനിമയിൽ നമ്പർ 1 നല്ല നടനൊന്നുമല്ല ജയസൂര്യ. അതേ സമയത്ത് നല്ല നടനാണ്, കുറേ നല്ല കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. മിനിമം ഗ്യാരണ്ടിയുള്ള നടൻ പോലും അല്ലാത്ത ജയസൂര്യ വെച്ചിട്ടാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് കത്തനാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് അല്ലേ? കടമറ്റത്ത് കത്തനാർ എന്നൊക്കെ അതേ കടമറ്റത്ത് കത്തനാരുടെ കഥ തന്നെയാണ് ഇവിടെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ബഹുഭാഷകളിൽ അതായത് കോടികളാണ് ചെലവിട്ടുകൊണ്ട് അങ്ങനെ ഒരു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ. ഇപ്പം നമ്മൾ ആലോചിക്കണം, ഒന്നുമല്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേജിലാണ് ഈ കത്തനാര് സ്റ്റേജിൽ വന്ന് അത്ഭുതങ്ങൾ കാണിച്ച് പ്രേക്ഷകരെ ഞെട്ടിച്ചെന്നാലും അത് എത്രയോ കാലം കഴിഞ്ഞു പോയി, ടെക്നോളജി വളർന്നു. ആ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ സംവിധാനത്തിൽ പുതിയ നിർമ്മാതാവ് വന്നിരിക്കുന്നത് ആലോചിക്കണം. അപ്പോൾ ജയസൂര്യ നെടുന്തൂളായി നായകസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ മറ്റൊരു ഞെട്ടിയിൽ കൂടിയാണ് നടത്തിയിരിക്കുന്നത്. അനുഷ്ക ആദ്യമായിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കുന്നു. അനുഷ്കയെ അഭിനയിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോഴൊക്കെ അനുഷ്ക തിരക്കിലായിരുന്നു. മാത്രമല്ല, മലയാള സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ വിചാരിച്ച പ്രതിഫലം കിട്ടില്ല, മറ്റു ഭാഷയിൽ അഭിനയിക്കുന്ന പേര് കിട്ടില്ല എന്നൊക്കെ ധാരണയുണ്ടായിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നു. പിന്നെ വന്നിരിക്കുന്നത് പ്രഭുദേവയാണെന്ന് ആലോചിക്കാം. പ്രഭുദേവയുടെ 2ാമത്തെ മലയാള സിനിമയാണ്. പ്രഭുദേവയുടെ ഒരു നൃത്ത സംവിധാനമായി തുടക്കം കുറിച്ച പ്രഭുദേവ, അദ്ദേഹത്തിൻ്റെ നൃത്തം അതിമനോഹരമായിരുന്നായിരിക്കും. ശരീരത്തെ ഇങ്ങനെ വളച്ച് ഒടിച്ച് മറ്റാർക്കും കഴിയാത്ത രീതിയിൽ അസൂയ നിറഞ്ഞ സ്ത്രീകൾ പോലും നർത്തകികൾ അസൂയ പോലെ നോക്കിയിരുന്ന പ്രഭുദേവയുടെ ചുടലമായ നൃത്തങ്ങൾ, അത്രമാത്രം നല്ല നൃത്തമായിരുന്നു പ്രഭുദേവക. അങ്ങനെ നൃത്ത സംഗീത സംവിധാനമായി മലയാളത്തിൽ സിനിമയിൽ അഭിനയിച്ചു, തമിഴ് സിനിമയിൽ അഭിനയിച്ചു, പിന്നെ ഹിന്ദിയിലേക്ക് പോയി നല്ല സംവിധാനമായി. അങ്ങനെ വമ്പൻ വലിയ ആളായി തീർന്ന പ്രഭുദേവ ഇപ്പോൾ 2ാമതായി രണ്ടാമത്തെ മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഇവിടെ അടുത്ത ആഴ്ച ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നടക്കണം. ഇപ്പോൾ അനുഷ്ക എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജയസൂര്യ അടക്കമുള്ള ധാരാളം നടീനടന്മാർ ഈ സിനിമയിലുണ്ട് എന്ന് ആലോചിക്കണം. ഇനിയും കുറേ ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ട്. ഇപ്പോഴത്തെ കണക്കുകൾ ഈ സജീവമായിട്ട് ഷൂട്ടിംഗ് പോവുകയാണെങ്കിൽ ഈ ഓണത്തിന് റിലീസ് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. ഓണത്തിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡിസംബറിൽ ക്രിസ്മസിനെങ്കിലും റിലീസ് ചെയ്യണം. കാരണം കത്തനാര് റിലീസ് ചെയ്യേണ്ടത് ക്രിസ്മസിന് തന്നെയാണെന്നുള്ള അഭിപ്രായം മൊത്തത്തിൽ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം കടമറ്റത്ത് കത്തനാർ റിലീസ് ചെയ്യേണ്ടത് ക്രിസ്മസ്, അത് ഐശ്വര്യമുള്ള ഒരു ഫെസ്റ്റിവലാണ് എന്നുള്ളൊരു പ്രചരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ആഗ്രഹിക്കുമ്പോഴും തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മാത്രം പോരാ, ഇതിന് കുറേ വർക്കുകളുണ്ട്. ആ വർക്കുകൾ സമയത്തിന് തീർക്കാൻ പറ്റുമോ? പണം മാത്രമല്ല ചെലവഴിക്കുന്നത്, അതിൻ്റെ രസക്കൂട്, നമ്മൾ വിചാരിച്ചതിനപ്പുറമുള്ള രീതിയിലേക്ക് ഈ സിനിമയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമ്പോൾ ക്രിസ്മസിന് പറ്റുമോ? ക്രിസ്മസിന് പറ്റിയില്ലെങ്കിൽ 2025 ജനുവരി പുതുവർഷത്തിൽ റിലീസ് ചെയ്യണം. ആ ഒരു തീരുമാനത്തോടെയാണ് ഗോകുലം ഗോപാലനും ടീമും സജീവമായി കത്തനാരുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.